മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നിമിഷങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്കൊരിക്കലും വർണ്ണിക്കുവാനായിട്ടോ ഒരിക്കലും അത് ചിത്രീകരിച്ച് കാണിക്കാനായിട്ടോ നമുക്ക് സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ നിമിഷപ്രിയ കടന്നു പോകുന്നത്. തൻ്റെ ജീവിതം ഇനി തുടർച്ചയായിട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം നാളെ അവസാനിക്കുമോ എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ അത്ര തീക്ഷ്ണമായിട്ടുള്ള വേദനാജനകമായ ഒരു സർക്കംസ്റ്റൻസിലൂടെയാണ് നിമിഷപ്രിയ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നല്ല രണ്ടല്ല കുറേ വർഷങ്ങളായിട്ട്, ഒരു ദശാബ്ദക്കാലത്തിൽ കൂടുതലായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയുമായിട്ടാണ് നിമിഷപ്രിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റ് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റാണ് എങ്കിൽ, അതല്ല നമുക്ക് പറ്റിപ്പോയ തെറ്റ് നമ്മുടെ പ്രാണരക്ഷാർത്ഥം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ, നമ്മൾ ഈശ്വരൻ്റെ കോടതിയിൽ എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു സ്ഥാനമുണ്ടായിരിക്കും. അവിടെ നമ്മളോട് ക്ഷമിക്കുവാനും നമ്മളോട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് നിമിഷപ്രിയയുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യൻ നിയമം പോലെയല്ല വിദേശ രാജ്യങ്ങളിലുള്ള നിയമം. എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നിയമം കൊലയ്ക്ക് കൊല എന്നുള്ളതാണ് അവിടെയുള്ള കാഴ്ചപ്പാട്. നിമിഷപ്രിയ തൻ്റെ ജീവിതം അത്രമാത്രം ദുസ്സഹമായപ്പോൾ, തന്നെ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ, ഒരു ചെറുപ്പക്കാരനെ, അതും ആ യമനി പൗരനെ നിമിഷപ്രിയ ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്നുകളയും. അയാളെ തുണ്ടം തുണ്ടമായി അരിഞ്ഞ് പ്രാണരക്ഷാർത്ഥം അയാളെ ഒരു വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയുമാണ് ഉണ്ടായത്. ഒരിക്കലും എത്രമാത്രം ന്യായീകരിക്കത്തക്കവണ്ണമാണെന്നുണ്ടെങ്കിലും, സ്വന്തം പ്രാണരക്ഷാർത്ഥമാണെന്നുണ്ടെങ്കിലും, നിമിഷപ്രിയയുടെ ജീവിതമായിരുന്നു വലുത്. സഹിച്ച പീഡനങ്ങൾ ഓർത്തു നോക്കിയാൽ അയാളെ അത്തരത്തിൽ കൊന്നാൽ പോരാ എന്നായിരിക്കും തീർച്ചയായിട്ടും നിമിഷപ്രിയയ്ക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് ആ യമനി പൗരൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെ കാഴ്ചപ്പാടിൽ നിമിഷപ്രിയയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ മകനാണ്, അവരുടെ സഹോദരനാണ്, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കാം. അങ്ങനെയുള്ള ആളെ അത്തരത്തിൽ കൊന്നുകളഞ്ഞ ഒരാളോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നമ്മൾ എത്രമാത്രം മോചനദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് മണി എത്രമാത്രം കൊടുത്തു കഴിഞ്ഞാലും ആ മനസ്സുകളിലേക്ക് ഒരു ക്ഷമയുടെ, സഹാനുഭൂതിയുടെ, കാരുണ്യത്തിൻ്റെ ആ ഒരു കിരണങ്ങൾ വന്നു തരണമെങ്കിൽ സർവേശ്വരൻ, ജഗദീശ്വരൻ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് മലയാളികൾക്ക്, നമ്മളുടെ കൂടപ്പറപ്പായ, നമ്മളുടെ നാട്ടുകാരിയായ, നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഒന്നൊഴിയാതെ എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥനകൾക്ക് അത്രമാത്രം തീക്ഷ്ണമായിട്ടുള്ള ശക്തിയുണ്ട്. ഏത് മനസ്സിനെയും തരളിതമാക്കുവാൻ ഈ പ്രാർത്ഥനകൾക്ക് സാധിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ട്രാവൽ വിസുവിന് സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി സർവേശ്വരനോട് നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം.